ഞാനിപ്പോൾ ഉള്ളത് തായ് ലയൺ എയറിലാണ്. ഒരു അരമണിക്കൂർ വൈകിയാണ് ഇന്നലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ താമസിച്ചു. ഇപ്പോൾ ഒരു ഉദ്ദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 8:15 ആകുമ്പോഴേക്ക് ലാൻഡ് ചെയ്യും. ഡിസെൻഡിങ് തുടങ്ങി ഫ്ലൈറ്റ്. താഴത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി. താഴത്തെ ചാവോ പ്രയ റിവറൊക്കെ കാണും, മനോഹരമായ കാഴ്ച. അതേപോലെ ഈ തായ് ലയൺ എയറും തായ് എയർ ഏഷ്യയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒന്ന് എയർബസ് ആണ്, ഒന്ന് ബോയിങ് ആണ്. തായ് ലയൺ എയറിൽ കുറച്ചും കൂടെ നമുക്ക് ലെഗ് റൂം കൂടുതലാണ്, കുറച്ചും കൂടെ സീറ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് ഉറങ്ങാൻ സാധിച്ചു. 2.5-3 മണിക്കൂർ സുഖകരമായ ഒരു ഉറക്കം. അപ്പോ എത്രയോ പ്രാവശ്യം വരാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് തായ്ലാൻഡ്. ഒരുപാട് പ്രാവശ്യം, 27ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു രാജ്യത്ത് വരുന്നത്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി, നല്ല ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കൂടാതെ ഒരുപാട് ഷോപ്പിംഗ് അനുഭവങ്ങൾ, കാഴ്ചകളാണ്, എല്ലാം മനോഹരം തന്നെയാണ്. അപ്പോൾ വേറൊരു സൈഡിലേക്ക്, അതായത് നോർത്തേൺ സൈഡിലേക്കുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്ര, എന്റെയും ദീപുവിന്റെയും ലക്ഷ്മൺ ചേട്ടന്റെയും, ഇപ്പൊ ഞങ്ങള് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ 2 ഉദ്ദേശമാണ്. ഒന്ന്, നമ്മള് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം. 2, ഇത് ഒരു പാക്കേജ്. ഈ ഒരു ചിയാങ്മായ്, ചിയാങ് റായ്, ബാങ്കോക്ക്, ആയുധയ, കാഞ്ചനാപുരി, അതേപോലെ ഡാം നിയോൺ, സാധുക്ക് എന്ന് പറഞ്ഞ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, മെക്ലോങ് സ്ട്രീറ്റ്, ട്രെയിൻ സ്ട്രീറ്റ്, ഈ കാഴ്ചകളൊക്കെ ഏകോപിച്ച് ഒരു പാക്കേജ് അധികം താമസിയാതെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഈ യാത്രാനുഭവങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. ബാങ്കോക്ക്, പട്ടായയിൽ നിന്ന് മാറി നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ, വേറെ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ പതുക്കെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും വളരെ മനോഹരമായ ഒരു ലാൻഡിങ് തന്നെയാണ് DMKയിലും ആയാലും സുവർണഭൂമിയിലും ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് ടച്ച് ഡൗൺ ആവുകയാണ് ഫ്ലൈറ്റ് DMK എയർപോർട്ടില്. 2 എയർപോർട്ടാണ് തായ്ലാൻഡ് ബാങ്കോക്കിലുള്ളത്. ഒന്ന് സുവർണഭൂമി, അതായത് തായ് എയർവേസ് ഒക്കെ പോയി ലാൻഡ് ചെയ്യുന്നത് സുവർണഭൂമി എയർപോർട്ടിലാണ്. തായ് എയർ ഏഷ്യയും തായ് ലയൺ എയറും ബഡ്ജറ്റ് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നത് DMK എയർപോർട്ടാണ്. 2 എയർപോർട്ടും തമ്മിലൊരു 35 കിലോമീറ്റർ വ്യത്യാസം തന്നെയുള്ളൂ. ഇപ്പോ നല്ല സുഖകരമായ ഒരു വീണ്ടും ഒരു ലാൻഡിങ് DMK എയർപോർട്ടിൽ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്ത ഫ്ലൈറ്റ് തായ് ലയൺ എയറിന്റെ ബോയിങ് ആണ്. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും തായ് ലയൺ എയർ. ഇനി നേരെ ടെർമിനലിലേക്ക് പോകണം. അപ്പോൾ ഇവിടെയൊക്കെ ഹാങ്ങേഴ്സ് ഒക്കെ കാണാം. ഒരുപാട് ഫ്ലൈറ്റുകൾ, അതായത് പ്ലെയിൻ സ്പോട്ടിംഗ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലം തന്നെയാണ് DMK എയർപോർട്ട്. നല്ല രസമുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടോ. എപ്പോഴും DMK എയർപോർട്ടിൽ തായ് ലയൺ എയറിന്റെ മറ്റൊരു വിമാനം. അങ്ങനെ 2:10 ഫ്ലൈറ്റ് 2:30 മണി കഴിഞ്ഞു ടേക്ക് ഓഫ് ചെയ്തു എറണാകുളത്ത്. അതുകൊണ്ട് തന്നെ ഹാഫ് ആൻ അവർ ഇവിടെ ലേറ്റ് ആയി. ഞങ്ങൾ ടെർമിനലിലെത്തി 8:52 അപ്പോൾ ഇവിടെ 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇമിഗ്രേഷനൊക്കെ തീർക്കണം. അതിനുശേഷം ഡൊമസ്റ്റിക്കിലാണ് നമ്മൾ ചിയാങ് റായിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം ടോയ്ലറ്റ് ഇപ്പോൾ യൂസ് ചെയ്യണം. നമുക്ക് ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് പോവാം. ഒരു 42 രാജ്യങ്ങളുടെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. യെല്ലോ ഫീവർ ഇൻഫെക്റ്റഡ് ഏരിയാസ് എന്നുണ്ട്. അപ്പോൾ അവർക്ക് യെല്ലോ ഫീവർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ക്വാറന്റൈനൊക്കെ ഉണ്ടാവും. ഇനി അത് ഇതില്ല, വെള്ളമില്ല, എല്ലാം ടിഷ്യൂ ആണ് ഇവിടെ ടോയ്ലറ്റ്സിൽ. നമ്മൾ ട്രാൻസ്ഫറിൽ കഴിഞ്ഞിട്ട് ഒരു റോബോ തന്നെ ഉണ്ടോ ക്ലീൻ ചെയ്തുകൊണ്ട് വരുന്നു, റോബോ ചിരിച്ചോണ്ട്. സാധാരണ ഇവിടെ എന്ത് വലിയ ക്യൂ ആണെന്ന് അറിയോ. ആക്ച്വലി ഒരു ഓഫ് സീസണാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ആൾക്കാരൊന്നും ഇപ്പോൾ വരില്ലല്ലോ. അതിനിപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ടാണ്. ഓഗസ്റ്റ് അവസാനം തൊട്ട് നല്ല തിരക്കായിരിക്കും. അങ്ങനെ എമിഗ്രേഷന് പോവാണ്. ഇനി എമിഗ്രേഷനായിട്ട് വേണം.
അപ്പോൾ ഇമിഗ്രേഷൻ വളരെ ഫാസ്റ്റായിരുന്നു, ആ തിരക്കേ ഉണ്ടായിരുന്നില്ല. 1 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ ട്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്മുണ്ട് കമ്പനി, അവരുടെ 499 തായ്ബാത്തിൻ്റെ 8 ദിവസത്തെ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് കോള് ഡൊമസ്റ്റിക്കും പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അരമണിക്കൂർ, അതാണ് അതിൻ്റെ ഒരു പാക്കേജ്. അപ്പോൾ അത് നമ്മളെടുത്തു. അതിന് ശേഷം ഇനി ഇവിടുന്ന് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ. നേരെ നടന്നു കഴിഞ്ഞാൽ 3rd ഫ്ലോറിലേക്ക് പോയാൽ ഡൊമസ്റ്റിക് ടെർമിനലായി. അവിടുന്ന് ഇവിടുത്തെ സമയം 11:20 ചിയാങ്റായിലേക്കുള്ള ഫ്ലൈറ്റ്. ഓഗസ്റ്റിൽ ബാലിയുടെ ഹൃദയത്തിലേക്ക് ഒരു ത്രില്ലിംഗ് യാത്ര, ഒരിക്കലും മറക്കാനാവാത്ത ബാലി ട്രിപ്പിന് തയ്യാറാണോ? എങ്കിൽ പോരൂ സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസിനൊപ്പം ഈ വരുന്ന ഓഗസ്റ്റ് 12 കൊച്ചിയിൽ നിന്ന് ഡിപ്പാച്ചർ 5 nights 6 days ബാലി ട്രിപ്പ്. only 74,999 for 1 person. പ്രശസ്തമായ ക്ഷേത്രങ്ങൾ തീർത്ഥ എംപിൾ ടെമ്പിൾ, ഉലുവാറ്റു ടെമ്പിൾ, ഉലുദാനു ടെമ്പിൾ, ഉബുദ് പാലസ്, കുട്ട ബീച്ച്, മെലാസ്തി ബീച്ച്, തെഗലങ്കൻ റൈസ് ടെറസ്, തെഗനംഗം വാട്ടർഫാൾസ്, റിവർ റാഫ്റ്റിംഗ്, ബനാന ബോട്ടിംഗ്, ചിന്താമണി മൗണ്ട് ബാറ്റർ, ലേക്ക് ബാറ്റർ, ബ്ലാക്ക് ലാവ വ്യൂ പോയിന്റ്സ് തുടങ്ങി 15ഓളം സ്പോട്ടുകൾ. ഇന്തോനേഷ്യൻ വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ സ്റ്റേ, ലഞ്ച്, ഡിന്നർ, AC ബസ് ട്രാൻസിറ്റ്, എൻട്രി ഫീസ് എല്ലാം പാക്കേജിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം കൂടാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും മലയാളി ടൂർ മാനേജറും ഒപ്പമുണ്ടാവും. ഈ യാത്ര ഒരിക്കലും മിസ് ചെയ്യലേ. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ, ലിമിറ്റഡ് സീറ്റ്സ് മാത്രം. അഡ്വാൻസ് ഏവിയേഷൻ, ദ ലീഡിംഗ് പ്രൈവറ്റ് ജെറ്റ് ചാർട്ടർ ഇൻ തായ്ലാൻഡ്, തായ് ലയൺ എയർ. നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇവിടെ ഉണ്ട്. മസാജൊക്കെ 30 മിനിറ്റിന് 250 തായ്ബാത്ത്, 60 മിനിറ്റ് 450. ചിയാങ്റായി 9, 10, 11 രൂപയാണ്. FD 3209, അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ലെഫ്റ്റിലേക്ക് പോയാൽ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറായി, റൈറ്റിലേക്ക് പോയാൽ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറായി. അല്ലോ എല്ലാം നമ്മളെ പോലെ ഫോറിനേഴ്സാണ്. നമ്മുടെ നാട്ടിലുള്ളവരല്ല കൂടുതൽ ചിയാങ്റായി, ചിയാങ്മായി ഭാഗത്തേക്ക് വരുന്നത്. വെസ്റ്റേണേഴ്സാണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്തോ അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇഷ്ടം പോലെ ഭക്ഷണത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ വേണ്ട. ഡൊമസ്റ്റിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് നമ്പർ 53-ലാണ്. ഇപ്പോൾ സമയം 9:50 10:40 ബോർഡിങ്ങിന് നമ്മൾ ഗേറ്റിലെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ലോഞ്ച് ഉണ്ടോയെന്നോ നമ്മൾ നോക്കണം. അപ്പോൾ ഗേറ്റ് നമ്പർ 15-നോടനുബന്ധിച്ചിട്ടാണ് ലോഞ്ച് ഉള്ളതെന്നാണ് ഇൻഫർമേഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നോ കെയറിൻ്റെ ലോഞ്ചാണ്. ആക്ച്വലി ഞങ്ങൾ ഡൊമസ്റ്റിക്, പക്ഷേ ടൈം ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് കണ്ടത്, അതുകൊണ്ട് നമ്മൾ എയർ ഏഷ്യ എടുത്തത്. അല്ലെങ്കിൽ നോ കെയർ ആകുമ്പോൾ അതിന് നല്ല ഭംഗിയാണ്. അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കാണുമ്പോഴേ ഒരു പക്ഷിയുടെ ഫ്രണ്ട് പോലെയൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വാഷ്റൂംസും എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വെള്ളം നിറയ്ക്കാം. അപ്പം എന്തായാലും ഒരു മസ്റ്റാണ് നിങ്ങൾ ഒരു കുപ്പി കൈ കരുതുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഒരു പേന അത് നിർബന്ധമായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. ഇതിപ്പം ഇവിടെയും ലോഞ്ചസ് കാണുന്നുണ്ട്. അതിൽ ഏതൊക്കെയുള്ള പ്രയോറിറ്റി പാസ് ഉണ്ടാവും. ഓറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ വന്നതാണ്. ഇവിടെ പ്രയോറിറ്റി പാസ്, അതേപോലെ തന്നെ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അഫിലിയേറ്റ് ചെയ്ത കാർഡുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പം എനിക്കും ദീപുവിനും ഉണ്ട്, ലക്ഷ്മി ചേട്ടനില്ല. അപ്പം ഞങ്ങൾ കോറൽ എന്നുള്ള ലോഞ്ചിൽ കയറി. അപ്പോൾ ഇതിൽ ലക്ഷ്മി ചേട്ടന് വരാൻ പറ്റിയില്ല, കാരണം പുള്ളിക്ക് പ്രയോറിറ്റി പാസ് ഇല്ല. പിന്നെ ഇതിലേക്ക് വാക്കിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ 750 തായ്ബാത്താണ്. അല്ലെങ്കിൽ $US ആണെങ്കിൽ $15 അപ്പം അല്ല 30 $US ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക്. പ്രയോറിറ്റി പാസ് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആണ്. അപ്പോൾ ഞാനും ദീപവും ഈ പറഞ്ഞ പോലെ ലോഞ്ച് ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം, ഒന്ന് ഫ്രഷപ്പ് ആവാം, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി വരാൻ പറ്റും. ഇപ്പോൾ പ്രയോറിറ്റി പാസ് ആണെങ്കിലും ലോഞ്ച് ഫെസിലിറ്റിയുള്ള കാർഡ്സൊക്കെ നല്ലതാണ്.
ഒരു ക്യാപ്പിച്ചീനോ ആണ് എടുക്കുന്നത്. ഒരു ചീസ് സാൻഡ്വിച്ചും ട്യൂണ സാൻഡ്വിച്ചും പിന്നെ പൊട്ടറ്റോ വെഡ്ജറ്റ്സ് പിന്നെ എന്താ പറയുക സ്ക്രാമ്പിൾഡ് എഗ്ഗ് അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ക്യാപ്പിച്ചീനോ, ഒരു ഗ്ലാസ് ബീട്രോക്സ് വാട്ടർ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ലാവിഷായിട്ടുള്ള വെറൈറ്റി ഓഫ് ഫുഡ്സ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഹാർഡ്ലി 1 മണിക്കൂറിൽ താഴെയുള്ള സമയമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒന്ന് എന്താ പറയുക ടോയ്ലറ്റ് യൂസ് ചെയ്യണം, കൂടാതെ നമുക്ക് ആവശ്യത്തിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇത് മതി. ഇതൊക്കെ ആപ്റ്റാണ്, കാരണം നമുക്ക് ഇത്രയും സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രയോറിറ്റി പാസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അത്യാവശ്യം പൈസ ലാഭിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഗേറ്റിലേക്ക് പോകും. പാവം ലക്ഷ്മൺ ചേട്ടൻ അത് കാർഡില്ലാത്തതുകൊണ്ട് പുള്ളി ഗേറ്റിൽ വെയിറ്റ് ചെയ്യുക. ഇവിടെ പഴയ മോഡൽ ഫ്ലൈറ്റ്സ് ഇല്ലേ, ഒരു 1912 മോഡലൊക്കെ, അതൊക്കെ ഡിസ്പ്ലേസ് ഉണ്ട്. ഇവിടെയൊക്കെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്ര ആൾക്കാരാണെന്നറിയാമോ? നമ്മൾ ഇന്ത്യൻസ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇവിടുത്തെ നാഷണാലിറ്റീസ് ആണെങ്കിലും വെസ്റ്റേണേഴ്സ് ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെയാണ്. ഇതാണ് ഞങ്ങളുടെ ഗേറ്റ് 53. അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കുറേ പ്രൊമോഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സെയിൽ buy 2 get 1 ഫ്രീ, പിന്നെ 390 ബാത്ത് ജാക്കറ്റ്സിനൊക്കെ. FD3209 എയർ ഏഷ്യ 11:20. ഏതാണ് നേന്ത്രപ്പഴം 3 കഴിച്ചാ? ബാലൻസായി. ഇതാണ് അപ്പോൾ നമ്മൾ പോകുന്ന എയർ ഏഷ്യ ചിയാങ് റായിലേക്ക്. അങ്ങനെ ബോർഡിങ് തുടങ്ങിയിരിക്കുകയാണ്. ഓൺ ടൈമാണ്. ഇപ്പോൾ 10:50 കണ്ടോ, ഓൺ ടൈമാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങളുടെ ആദ്യത്തെ ചിയാങ് റായി യാത്രയാണ്, എൻ്റെയും ലക്ഷ്മൺ ചേട്ടൻ്റെയും ദീപുവിൻ്റെയൊക്കെ. അപ്പോൾ ചിയാങ് റായ് ആൻഡ് ചിയാങ് മൈ പ്രൊണൗൺസിയേഷൻ ഇത്തിരി പണിയാണ് ഉണ്ടാകും. അപ്പോൾ അവിടെയാണ് ഇനി ഞങ്ങൾ 4-5 ദിവസം. അതെ, അവരൊക്കെ അവരുടെ ബന്ധുക്കളുടെ അടുത്ത് കൂടും. സെക്കൻഡ് ലാസ്റ്റ് റോയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതാ നിൽക്കണു നമ്മുടെ ലക്ഷ്മിയുടെ ദീപു. ഒറ്റ ഇന്ത്യക്കാരെ കണ്ടിട്ടില്ല ഈ ഫ്ലൈറ്റിൽ. പല രാജ്യങ്ങളിൽ നിന്ന് കണ്ടു. പെറുന്ന് കണ്ടു, പിന്നെ കുറേ വെസ്റ്റേണേഴ്സിനെ കണ്ടു, ചൈനീസിനെ കാണുന്നുണ്ട്, പിന്നെ ഇവിടുത്തെ നാഷണാലിറ്റിയിൽ കാണുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ സീറ്റിൻ്റെ ഒരാൾ വന്നിട്ടില്ല. ഈ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റും ഫുള്ളും. ഈ ഒരു ഫ്ലൈറ്റിലേ ഞങ്ങൾ 3 പേരെ ഇന്ത്യക്കാരുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ് അല്ലേ തമാശ. റെസ്റ്റോറൻറ്റ് ഇഷ്ടം പോലെ. അതായത് നമ്മൾ പറഞ്ഞത് മുഴുവനും ബാങ്കോക്ക് പട്ടായ അല്ലെങ്കിൽ ഫുക്കറ്റ് ക്രാബ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതൊഴിച്ച വേറൊരു ദിക്കിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല. ഇപ്പം അത് നമ്മൾ ലങ്കാവിയൊക്കെ പോയപ്പോൾ വളരെ കുറവായിരുന്നു ഇന്ത്യക്കാർ. എല്ലാവരും ആ കോലലംപൂർ സിറ്റിയിൽ കഴിച്ചിട്ട് പോകും. ഞങ്ങൾ മലാക്കിയൊക്കെ പോയപ്പോഴും വളരെ കുറവായിരുന്നു ടൂറിസ്റ്റായിട്ട് വരണവർ കേട്ടോ. അങ്ങനെ 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ടും ഞങ്ങൾ ചിയാങ് റായിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചില്ല് മൊത്തം സ്ക്രാച്ച്. അതുകൊണ്ട് ലാൻഡിങ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലൈ ചെയ്ത ഫ്ലൈറ്റ് തകർക്കുന്നു എയർ ഏഷ്യ. അങ്ങനെ ചിയാങ് റായിലെ മേ ഫാ ലുവാങ് എയർപോർട്ടിലെത്തി. വളരെ കുഞ്ഞ് എയർപോർട്ടാണ്, നല്ല മനോഹരമായ എയർപോർട്ട്.
ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഗ്രാബിൽ നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനുള്ള സംവിധാനം നോക്കണം. സോ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ, മഴയൊന്നും കാണുന്നില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുന്ന സമയത്തുള്ള ഫസ്റ്റ് കാഴ്ചയാണ് ചിയാങ് റായിലെ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പാലക്കാട് നിന്ന് പുറപ്പെട്ടതാണ് ഞങ്ങൾ 3 പേരും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയായി ചിയാങ് റായിലെത്തി. ഇനി അടുത്ത 2 ദിവസം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ സെലീലിലേക്കുള്ള യാത്രയാണ്. 8 കിലോമീറ്റർ ദൂരെയാണ് ആ ഹോട്ടല്. അപ്പോൾ വളരെയധികം കാഴ്ചകൾ ചിയാങ് റായിൽ കാണാനുണ്ട്. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽ സ്വാണ്ടർസ് വ്ലോഗ്സ്. നിങ്ങളുടെ സപ്പോർട്ടും കമന്റ്സും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.